ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹുക്സ് ആൻഡ് ഹോബീസ്. ഇന്ന് ഞാനിവിടെ ഒരു മിനി പോട്ട് അഥവാ ഒരു മിനി ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാനായി പോകുന്നത്. നിങ്ങൾക്കിത് സ്റ്റോറേജ് ബോക്സായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റമായിട്ട് മിനി ഫ്ലവർ ബാസ്ക്കറ്റായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. സോ നൗ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ദിസ് മിനി ബാസ്ക്കറ്റ്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ക്രോഷേ പോട്ട് നിർമ്മിക്കുന്നതിന് ഞാൻ കോഫി ബ്രൗൺ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. 4.5 mm സൈസ് ഹുക്കും. ആദ്യമായി നമുക്കൊരു മാജിക് റിംഗ് ഉണ്ടാക്കേണ്ടതുണ്ട്. മാജിക് റിംഗ് ഉണ്ടാക്കാനുള്ള 5 ഈസി ടെക്നിക്ക് അടങ്ങിയ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ആദ്യം മാജിക് റിംഗ് ഉണ്ടാക്കുക. മാജിക് റിംഗ് ഉണ്ടാക്കിയതിന് ശേഷം 6 സിംഗിൾ ക്രോഷേസ് ചെയ്യുക. ഈ മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്യുക. So this is our first one. 1, 2, 3, 4, 5 and 6 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം മാജിക് റിങ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. പിന്നീട് ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് നമുക്ക് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ മാർക്ക് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ ഇത്തരത്തിലുള്ളത് അവൈലബിൾ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവൻ ഒരു ത്രെഡ് യൂസ് ചെയ്തായാലും ഇത് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഈ 6 സിംഗിൾ ക്രോഷയിലേക്കും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷേ കിട്ടുന്നതാണ്. സോ ചെയിൻ 1 ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1, 2. അടുത്ത സിംഗിൾ ക്രോഷയിലേക്ക് എഗെയിൻ 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. 1, 2. എഗെയിൻ 2 സിംഗിൾ ക്രോഷേ. 1, 2. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 1. നമ്മുടെ ലാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് വെച്ച് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചിലായിരിക്കും നമ്മൾ ലാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. പിന്നീട് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചാണ്, അതിലേക്ക് ഇൻക്രീസ് ചെയ്യും. അതായത് 2 സിംഗിൾ ക്രോഷേസ് ചെയ്യേണ്ടതാണ്. പിന്നീട് കിടക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത്, ഈ ചെറിയ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ 1 ആണ്. ചെയിൻ 1ലേക്കല്ല, നമ്മുടെ ഇൻക്രീസ് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് എൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, എൻഡ് ചെയ്യുക. വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ചെയിൻ 2 ഇവിടെ റൗണ്ട് 2 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. റൗണ്ട് 2 എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ ഇൻക്രീസസ് ആയിരുന്നു. ടോട്ടൽ ഇപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേസ് ഉണ്ട്. ഇതിന് ശേഷം റൗണ്ട് 3 ചെയ്യാനായിട്ട് വീണ്ടും ചെയിൻ 1 ദെൻ സിംഗിൾ ക്രോഷേ ചെയ്യുക നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക്. ഓക്കെ, ഇവിടേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം അടുത്ത സിംഗിൾ ക്രോഷയിലേക്ക് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, 1 സിംഗിൾ ക്രോഷേ ദെൻ 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഈ റൗണ്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്തു. പിന്നീട് അടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ, മൂന്നാമത്തേതിലേക്ക്
ഒറ്റ സിംഗിൾ ക്രോഷേ, 4ലേക്ക് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷേ, ഈ പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റിച്ച് മാർക്കർ സ്റ്റിച്ച് എത്തുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ആയിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ റൗണ്ട് 2ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. റൗണ്ട് 2ൻ്റെ എൻഡിൽ ഇനി എനിക്ക് 2 സ്റ്റിച്ചസാണ് റിമൈനിങ്. നമ്മൾ സ്റ്റിച്ച് മാർക്കർ ചെയ്ത സ്ലിപ്പ് സ്റ്റിച്ചും ലാസ്റ്റ് സ്റ്റിച്ചും. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ആൻഡ് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം അവിടേക്ക് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യേണ്ടതാണ്. 1 and 2. സോ നമ്മുടെ ഈ റൗണ്ട് 3 ഫിനിഷ് ആകുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ 18 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഇത് ചെയിൻ 1 സ്റ്റിച്ചാണ്. ചെയിൻ 1 സ്റ്റിച്ചിലേക്കല്ല, നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഒരു മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം റൗണ്ട് 4 ചെയ്യാനായി ചെയിൻ 1 ചെയ്യുക. അടുത്ത സിംഗിൾ ക്രോഷയിലേക്ക് 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം തേർഡ് സിംഗിൾ ക്രോഷയിലേക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അതായത് 2 സിംഗിൾ ക്രോഷേ ദെൻ എ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് 1 സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലേക്ക് എഗെയിൻ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ. ഓക്കെ, സോ ഇത് സിംഗിൾ ക്രോഷേ ദെൻ അഗെയിൻ സിംഗിൾ ക്രോഷേ ദെൻ എ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയായിരിക്കും ഈ റൗണ്ട് പോകുക. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. സോ ഈ റൗണ്ടിൻ്റെ അവസാനം നമുക്ക് കാണാം. റൗണ്ട് 4ൻ്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എനിക്കിനി ഒരു 3 സ്റ്റിച്ചസാണ് റിമൈനിങ്. അതായത് സിംഗിൾ ക്രോഷേ, ഈ സ്റ്റിച്ച് മാർക്കറുള്ള സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അങ്ങനെയാണ് ഫിനിഷ് ആവുന്നത്. സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, ഇവിടേക്ക് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. സോ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 24 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ചെയിൻ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക്, ഓക്കെ, ചെയിൻ 1 വിടുക, ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം വീണ്ടും സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി റൗണ്ട് 5 ചെയ്യുന്നതിനായി വീണ്ടും ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിലേക്ക്, 4ാമത്തെ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. അതായത് 2 സിംഗിൾ ക്രോഷേ ഒരു സ്റ്റിച്ചിലേക്ക് ചെയ്യുക. സോ ചെയിൻ 1, നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ, എഗെയിൻ നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സിംഗിൾ ക്രോഷേ. ഇനി അടുത്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ മുകളിലായി 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. 1, 2. അടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ, എഗെയിൻ സിംഗിൾ ക്രോഷേ, എഗെയിൻ സിംഗിൾ ക്രോഷേ. സോ 3 സിംഗിൾ ക്രോഷേ കഴിഞ്ഞിരിക്കുകയാണ്. സോ 4th സ്റ്റിച്ച് എത്തുമ്പോൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഈ പാറ്റേണിൽ ഫിനിഷ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കുള്ള സ്റ്റിച്ച് എത്തുമ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് ലാസ്റ്റ് മീറ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ റൗണ്ട് 5ൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. റൗണ്ട് 5 ഈസ് എ റൗണ്ട് ഓഫ് ഇൻക്രീസ് ആണ്. അതായത് 3 സിംഗിൾ ക്രോഷേ ദെൻ നെക്സ്റ്റ് ചെയിനിൽ
2 സിംഗിൾ ക്രോഷേസ് ഇൻ ദ സെയിം സ്റ്റിച്ച്. അങ്ങനെ നമുക്ക് ടോട്ടൽ എൻഡിലെത്തുമ്പോഴേക്ക് 30 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഞാനിവിടെ എൻഡിലെത്തിയിരിക്കുകയാണ്. ആ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ടോട്ടൽ 30 സിംഗിൾ ക്രോഷേസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ഫസ്റ്റ് സ്റ്റിച്ച്. ഫസ്റ്റ് സിംഗിൾ ക്രോഷയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എഗെയിൻ നമ്മുടെ മാർക്കർ യൂസ് ചെയ്ത് ഈ സ്ലിപ്പ് സ്റ്റിച്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ റൗണ്ടിൽ ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് ഉണ്ടായിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിക്കഴിയുമ്പോൾ ബാക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കൗണ്ട് ചെയ്ത് 30 ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റൗണ്ട് 6. റൗണ്ട് 6 കുറച്ച് വ്യത്യസ്തമാണ്. റൗണ്ട് 6ൽ നമ്മൾ ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കുക. അതിനായി ആദ്യം ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ്. സിംഗിൾ ക്രോഷയിൽ ഇത് ഫ്രണ്ട് ലൂപ്പാണ്, ഇതാണ് ബാക്ക് ലൂപ്പ്. ഈ ബാക്ക് ലൂപ്പിലേക്ക് മാത്രം, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ലൂപ്പ്, ഈ ബാക്ക് ലൂപ്പിലേക്ക് മാത്രമാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത്. സോ ഈ ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ക്ലിയർ? സോ yarn over and double crochet to the back loop. Okay, then again yarn over, back loopil മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ടോട്ടൽ 30 ഡബിൾ ക്രോഷേ അറ്റ് ദ എൻഡ് കിട്ടുന്നതാണ്. സോ വി വിൽ മീറ്റ് അറ്റ് ദി എൻഡ്. ഓക്കെ, നമ്മൾ റൗണ്ട് 6ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇനി 2 സ്റ്റിച്ചസ് ആണ് റിമൈനിങ്. ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ച് മാർക്കറുള്ള നമ്മുടെ ആ സ്ലിപ്പ് സ്റ്റിച്ച് ആയിരുന്നു, സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെയും ബാക്ക് ലൂപ്പിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. സോ 30 ഡബിൾ ക്രോഷേസ് ഇവിടെ ടോട്ടൽ കാണും. ഇനി ചെയിൻ 2 വിടുക. ചെയിൻ 2 കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ. സോ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ആൻഡ് അഗെയിൻ യൂസ് എ സ്റ്റിച്ച് മാർക്കർ ടു മാർക്ക് ദി സ്ലിപ്പ് സ്റ്റിച്ച്. സോ നമ്മൾ റൗണ്ട് 6 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി റൗണ്ട് 7. റൗണ്ട് 7ന് വേണ്ടി ആദ്യം ചെയിൻ 2 ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടതാണ്. സോ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ക്രോഷയുടെ മുകളിലത്തെ സ്റ്റിച്ചിന് പകരമായി ഇതിൻ്റെ ഫ്രണ്ടിലേക്കായിരിക്കും ഡബിൾ ക്രോഷേ ചെയ്യുന്നത്, ബാക്ക് ഇതിൻ്റെ ബാക്കിലോട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് ചെയ്ത് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേസും ചെയ്യുന്നതാണ് റൗണ്ട് 7. അതിനായി യാൺ ഓവർ ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റിച്ച് ഇതാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിനെ ചുറ്റി എടുക്കുക. ഹുക്ക്, യാൺ ഓവർ, പുൾ ത്രൂ ഫസ്റ്റ് ലൂപ്പ്, pull through last 2 loops. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ബാക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഇത് ബാക്കിലൂടെ എടുക്കേണ്ടതാണ്. ഓക്കെ, ഹുക്ക് ഈ ഡബിൾ ക്രോഷയുടെ ബാക്കിലൂടെ എടുത്തിട്ട് യാൺ ഓവർ. സോ ദിസ് ഈസ് ബാക്ക് പോസ്റ്റ്. സോ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ചെയ്ത് ഒരു ടോട്ടൽ 30 സ്റ്റിച്ചസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, 15 ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് 15 ബാക്ക് പോസ്റ്റ്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ, ദെൻ ബാക്കിലൂടെ ചെയ്യുമ്പോൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഇതിന് നമ്മൾ മുകളിലുള്ള ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള സ്റ്റിച്ചല്ല യൂസ് ചെയ്യുന്നത്, പകരം നമ്മൾ ഡബിൾ ക്രോഷേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വീവ് ചെയ്തൊരു പാറ്റേൺ കിട്ടുന്നതാണ്. അതിനുവേണ്ടിയാണ് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റൗണ്ട് 7.
ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ, front post double crochet, then again back post ഡബിൾ ക്രോഷേ. ഇത് കണ്ടിന്യൂ ചെയ്യുക. വി വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. നമ്മളിവിടെ റൗണ്ട് 7ൻ്റെ എഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിനി 2 സ്റ്റിച്ചസ് ആണ് റിമൈനിങ്. സോ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സോ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് ഡബിൾ ക്രോഷേ ഉണ്ട്, ഒരു ചെയിൻ 2 നമുക്ക് കാണാവുന്നതാണ്. ഈ 2 സ്റ്റിച്ചസും യൂസ് ചെയ്ത് ഞാനൊരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്, ഒരു നീറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ചെയിൻ 2s ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടില്ല. സോ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് ഞാൻ റൗണ്ട് 7 ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് നമുക്കിവിടെ ഒരു ചെയിൻ 2 ഉണ്ട്, നമ്മുടെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയുടെ ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ട്. സോ ഈ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പ് സ്റ്റിച്ചിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ റൗണ്ട് 7 ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് 8 ചെയ്യാനായിട്ട് വീണ്ടും ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയും ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷയും ചെയ്യുക. ഓക്കെ, സിംപ്ലി റിപ്പീറ്റ് റൗണ്ട് 7. സോ ഇപ്പം നമുക്ക് ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട് പോസ്റ്റിലേക്ക് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുക, ബാക്ക് പോസ്റ്റിലേക്ക് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഞാൻ റൗണ്ട് 8, 9 ആൻഡ് 10 3 റൗണ്ട്സ് സെയിം റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയിലേക്ക് ഫ്രണ്ട് പോസ്റ്റ്, ബാക്ക് പോസ്റ്റിലേക്ക് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേസ് ചെയ്യുക. അങ്ങനെ 3 റൗണ്ട്സ് റൗണ്ട് 8, 9 ആൻഡ് 10 ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ റൗണ്ട് 10ൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 2 സ്റ്റിച്ചസ് ആണ് റിമൈനിങ്. സോ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലായി ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ആ ചെയിൻ 2 കൂടി ചേർത്തൊരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് റൗണ്ട് 10 ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ടു ദി ടോപ്പ് ഓഫ് ദി ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സോ റൗണ്ട് 10 ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് റൗണ്ട് 7 കഴിഞ്ഞിട്ട് 8, 9 ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ 8, 9, 10 3 റൗണ്ട്സ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ആൻഡ് ബാക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കുറയ്ക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം. ഇനി അഥവാ ഹൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 more റൗണ്ട് ഓഫ് ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേസ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പം ആവശ്യത്തിനുള്ള ഹൈറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി റൗണ്ട് 11 ചെയ്യാനായിട്ട് അതിന് മുന്നായിട്ട് ഈ സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് മാർക്കർ ഇട്ട് സ്റ്റിച്ച് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ചെയിൻ 1 ചെയ്തതിന് ശേഷം എല്ലാ സ്റ്റിച്ചസിൻ്റെയും മുകളിലായി സിംഗിൾ ക്രോഷേസ് ചെയ്യുക. സോ അറ്റ് ദ എൻഡ് വി വിൽ ഹാവ് ടോട്ടൽ ഓഫ് 30 സിംഗിൾ ക്രോഷേസ്. ഓക്കെ, എല്ലാ സിംഗിൾ ക്രോഷയുടെ മുകളിലായി സിംഗിൾ ക്രോഷേ ചെയ്യുക. 1, 2, 3. റൗണ്ട് 11 ഈസ് എ റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേസ്. എല്ലാ സിംഗിൾ ക്രോഷയുടെ മുകളിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, വിൽ മീറ്റ് അറ്റ് ദ എൻഡ്. ക്രോഷേ ചെയ്യുക. അതിനുശേഷം സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ. ഓക്കെ, ദെൻ ചെയിൻ 1 വിട്ടതിന് ശേഷം നമ്മുടെ സിംഗിൾ ക്രോഷയുടെ മുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സോ റൗണ്ട് 11 ഫിനിഷ് ആയിരിക്കുകയാണ്. നമുക്കിത് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. അതിന് ശേഷം റൗണ്ട് 12 റൗണ്ട് 12
ഈസ് എ ലെയർ ഓഫ് സ്ലിപ്പ് സ്റ്റിച്ചസ്. ഓക്കെ, എല്ലാ സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതാണ് റൗണ്ട് 12. ദിസ് ഈസ് എ ലാസ്റ്റ് റൗണ്ട്. ഓക്കെ, എല്ലാ സ്റ്റിച്ചിലേക്കും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. ഇവിടെ ഒരു ഫിനിഷിങ് കിട്ടുന്നതാണ്. ഓക്കെ, എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റിച്ചിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫൈനലി നമ്മുടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ചിലേക്ക് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഫിനിഷ് ഓഫ് ഹിയർ. ഓക്കെ, സോ നമ്മുടെ ക്രോഷ്യ പോട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നതാണ്. ഇനി ഫിനിഷിങ് വർക്കും കൂടെ ഉള്ളൂ. അതിനായി നമുക്ക് ഫസ്റ്റ് ആ മാജിക് എൻഡിലെ ത്രെഡ് ഇവിടെയുണ്ട്, അത് വീവ് ചെയ്ത് ബാക്കി കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഓക്കെ, റാൻഡം സ്റ്റിച്ചിലേക്ക്, ഉള്ളിലുള്ള റാൻഡം സ്റ്റിച്ചിലേക്ക് ഞാൻ വീവ് ചെയ്യുകയാണ്. ശേഷം ഈ ടെയിലിന് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, പിന്നീട് ഇവിടെ ഫ്രണ്ടിലുള്ള സ്റ്റിച്ച് വീവ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. സോ ഇത് ബെറ്റർ ഫിനിഷിങ്ങിനായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ തന്നെ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഉള്ളിൽ കൊണ്ടുപോയി വീവ് ചെയ്യാവുന്നതാണ്. പോട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം എൻഡ് വീവ് ചെയ്യുക. അപ്പം ബെറ്റർ ഫിനിഷിങ് കിട്ടുന്നതാണ്. ശേഷം ബാക്കി എൻ്റെ കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ളത്രയും ആക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ആൻഡ് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷീസിൻ്റെ ഒരു ലെയർ കുറച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ അങ്ങനെ ത്രെഡ്സ് എല്ലാം വീവ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ പോട്ട് ഇവിടെ ഫിനിഷ് ആയിരിക്കുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.